നമസ്കാരം. 10 വർഷത്തെ ഭരണകാലത്തിന്റെ ഒടുവിൽ പരാജയം മണത്ത ബി.ജെ.പി. അന്തിമഘട്ടത്തിൽ വേട്ടയാടി പിടിച്ച സഖ്യകക്ഷികളുടെ ബലത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഈ സഖ്യം എത്രമാത്രം അസ്ഥിരമാണെന്ന് വ്യക്തമാകും. സഖ്യകക്ഷികൾ വാഴാത്ത എൻ.ഡി.എ സഖ്യമാണ് മോദി ഭരണകാലത്തിന്റെ പ്രത്യേകത. 2014 മോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ബി.ജെ.പിക്ക് 2 ഡസൻ സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും ദേശീയ ജനാധിപത്യ സഖ്യം ഉപേക്ഷിച്ചു. കാരണം മോദിയുമായുള്ള സഖ്യം അടിസ്ഥാനപരമായി അസമത്വവും അടിമ ഉടമ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ മുൻ സഖ്യങ്ങൾക്കും യോജിപ്പിന്റെ ഒരു ഫോർമുലയുണ്ടായിരുന്നു. യുണൈറ്റഡ് ഫ്രണ്ട് ഹ്രസ്വകാലമെങ്കിലും ഒരു പൊതു മിനിമം പ്രോഗ്രാമിന്റെയും ഏകോപന സമിതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. ഐക്യ പുരോഗമന സഖ്യത്തിനു വേണ്ടി ഇടതുപക്ഷ നേതാക്കളും പി ചിദംബരവും ചേർന്നാണ് പൊതു മിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കിയത്. സഖ്യത്തിന് പ്രവർത്തിക്കുന്ന ഒരു ഏകോപന സമിതിയും ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ ആദ്യ സർക്കാർ ജസ്വന്ത് സിംഗ് തയ്യാറാക്കിയ ദേശീയ അജണ്ടയാണ് അംഗീകരിച്ചത്. 1999 പരിഷ്കരിച്ച അജണ്ടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഭാവിയിലേക്കുള്ള ഒരു പുതിയ പാതയിലേക്ക് സജ്ജമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കിയത് കൂടാതെ ഫെഡറൽ ഐക്യവും ന്യൂനപക്ഷങ്ങളുടെ പൂർണ്ണ സംരക്ഷണവും വാഗ്ദാനം ചെയ്തു. ഏകോപന സമിതി രൂപീകരിക്കുന്നത് ഒഴിവാക്കിയ വാജ്പേയി സഖ്യകക്ഷികളെ കാണാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും തയ്യാറായിരുന്നു. എന്നാൽ മോദി ഏകോപനത്തിനോ ചർച്ചകളിലോ വിശ്വസിക്കുന്നില്ല. കൂടാതെ സഖ്യകക്ഷികളിൽ നിന്നോ പാർട്ടി സഹപ്രവർത്തകരിൽ നിന്നോ ഉള്ള ആന്തരിക പരിശോധനകളിൽ പോലും അദ്ദേഹം വിട്ടുനിൽക്കുന്നു. രാജ്യത്തിന്റെ നയങ്ങളും പരിപാടികളും അദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില വിദഗ്ധ ഗ്രൂപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കുകയും സർക്കാരിന് വേണ്ടി അവ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് എൻ.ഡി.എയുടെ നയമായി മാറുന്നു. ഈ മാതൃകയിൽ സഖ്യകക്ഷികൾക്കോ അദ്ദേഹത്തിന്റെ സ്വന്തം എം.പിമാർക്കോ ഒന്നും പറയാനില്ല എന്നതായിരുന്നു അവസ്ഥ. അവരെല്ലാം അത് മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ സർക്കാർ നയമായി അംഗീകരിച്ചു പോരുകയാണ് ചെയ്തിരുന്നത്. 2002 ഗുജറാത്ത് കലാപം മുതൽ മോദിയുടെ ഭരണരീതി ഇതാണ്. ഇത് വർഷങ്ങളായി എൻ.ഡി.എയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനുള്ള കാരണത്തെ വിശദീകരിക്കുന്നുണ്ട്. അക്കാലത്ത് മോദിക്ക് സഖ്യകക്ഷികളുടെ ആവശ്യങ്ങളെ അവഗണിക്കാൻ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിയായതോടെ അപമാനിതരായ സഖ്യകക്ഷികൾ എൻ.ഡി.എ വിട്ടു. ഇപ്പോൾ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന അതേ ചന്ദ്രബാബു നായിഡു തന്നെ 2018 സഖ്യകക്ഷികളെ കാണാൻ പോലും പ്രധാനമന്ത്രി സമയം കണ്ടെത്തിയില്ലെന്ന് ആരോപിച്ച് രോഷത്തോടെ എൻ.ഡി.എയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അഹങ്കാരവും സ്വേച്ഛാധിപത്യവുമാണ് മോദിക്കെതിരെ അന്ന് നായിഡു ആരോപിച്ചത്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക കാറ്റഗറി നൽകണമെന്ന തെലുങ്കുദേശം പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിച്ചതാണ് വിഷയം. ഇപ്പോഴിതാ ഇരുപക്ഷവും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഈ യോജിപ്പ് എത്ര നാൾ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പോലെ അതിന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കെല്ലാം തിരിച്ചടി നേരിട്ടു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അജിത് പവാർ വിഭാഗം, ശിവസേനയുടെ ഷിൻഡെ വിഭാഗം, അസം ഗണ പരിഷത്ത് എന്നിവയും ഒരു വർഷമോ അതിലധികമോ വർഷമായി ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്നവരാണ്. അവർക്കെല്ലാം വലിയ നഷ്ടം സംഭവിച്ചു. രണ്ടാമത്തെ വിഭാഗത്തിൽ ജനതാദൾ യുണൈറ്റഡ്, ടി.ഡി.പി, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എന്നിവ ഉൾപ്പെടുന്നു. അവരുമായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി.ജെ.പി തിടുക്കത്തിൽ സഖ്യമുണ്ടാക്കി. മൂവരും എൻ.ഡി.എ വിട്ട മുൻ സഖ്യകക്ഷികളാണ്. ജെ.ഡി.യു 12 സീറ്റും ടി.ഡി.പി 16 സീറ്റും ചിരാഗ് പാസ്വാൻ 6 സീറ്റും നേടിയതോടെ ഈ പങ്കാളിത്തം അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കി. അവരുടെ പിന്തുണ 240 എം.പികളുള്ള ബി.ജെ.പിയെ 272 എന്ന മാന്ത്രിക കണക്ക് മറികടന്ന് സർക്കാർ രൂപീകരിക്കാൻ പ്രാപ്തമാക്കി. വൈഎസ്ആർ-സി.പി, ബിജു ജനതാദൾ, തെലങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതി തുടങ്ങിയ പ്രാദേശിക പാർട്ടികളാണ് മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളത്. സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന പാർട്ടികൾ എന്ന നിലയിൽ അവർ പ്രാദേശികമായി ബി.ജെ.പിയോട് പോരാടി. എന്നാൽ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കൽ, UAPA നിയമ ഭേദഗതികൾ, പൗരത്വ ഭേദഗതി നിയമം, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക പരീക്ഷണങ്ങളിലും പാർലമെന്റിൽ അവർ ബി.ജെ.പിയെ പിന്തുണച്ചു. ഇതുകൂടാതെ എന്തുകൊണ്ടാണ് നവീൻ പട്നായിക്കും ജഗൻ റെഡ്ഡിയും ചന്ദ്രശേഖർ റാവുവും ഒരു നേട്ടവുമില്ലാതെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചത് എന്നത് ഒരു പ്രഹേളികയായി അവശേഷിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി വിശദീകരിക്കാനാകാതെ വന്നതോടെ വോട്ടർമാർ തിരിച്ചടിച്ചു. ബി.ആർ.എസും ബി.ജെ.ഡിയും 0 സീറ്റിൽ അവസാനിച്ചു. ഇതുവരെ ഭരിച്ചിരുന്ന പാർട്ടിയായ വൈഎസ്ആർ-സി.പി 25ൽ 4 സീറ്റുകൾ മാത്രമാണ് നേടിയത്. അവരുടെ സംസ്ഥാന ഭരണവും അതോടെ അവസാനിച്ചു. ലോക്സഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത പട്നായിക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തന്റെ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 24 വർഷത്തിലേറെയായി നീണ്ട പിന്തുണയ്ക്ക് ശേഷം കർഷക പ്രക്ഷോഭത്തിന്റെ പേരിൽ 2020 സെപ്റ്റംബറിൽ ശിരോമണി അകാലിദൾ എൻ.ഡി.എ സഖ്യം വിട്ടു.
എന്നാൽ അപ്പോഴേക്കും സമയമേറെ വൈകിപ്പോയിരുന്നു. ഇത്രയും കാലം BJPയുടെ അനുബന്ധമായിരുന്ന ശേഷം അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ഇടം മറ്റു പാർട്ടികൾ കൈയടക്കിയത് അവർക്ക് തിരിച്ചടിയായി. ഇപ്പോൾ 100 വർഷം പഴക്കമുള്ള ആ പാർട്ടി ഗുരുതരമായ ആഭ്യന്തര കലാപത്തിന്റെ നടുവിലാണ്. ഏറെക്കാലമായി BJP സഖ്യകക്ഷിയായിരുന്ന AIADMKയുടെ കാര്യവും സമാനമാണ്. മോദിയുടെ വിഭജന രാഷ്ട്രീയം AIADMKയുടെ പിന്തുണ അടിത്തറയിൽ ഇടിവുണ്ടാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. അതിലെ ചില ഗ്രൂപ്പുകൾ BJPയെ പിന്തുണയ്ക്കുന്നത് തുടർന്നപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രബല ADMK ഗ്രൂപ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുന്നണി ബന്ധം വിച്ഛേദിച്ചു. മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള ജമ്മു കശ്മീരിലെ PDP സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ BJPയുമായി സഖ്യത്തിലായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അത് അധിക നാൾ നീണ്ടുനിന്നില്ല. 2018 ജൂണിൽ അതും അവസാനിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ നാണം കെട്ട പ്രകടനത്തിന്റെ കാരണങ്ങൾ വേറെയാണ്. EDയുടെയും CBIയുടെയും ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മായാവതി സമദൂരം അവകാശപ്പെടുകയും എതിർ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും അതുവഴി BJPയെ സഹായിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി. ഫലം, ഉത്തർപ്രദേശിലെ മുൻ ഭരണകക്ഷിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യമില്ലാതെ വെറും 2.04% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിയാനയിൽ ദീർഘകാല സഖ്യകക്ഷിയായിരുന്ന ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള JJP ദയനീയമായി പരാജയപ്പെട്ടു. 2022 സെപ്റ്റംബറിൽ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ അവസാന ഘട്ടമെന്നാണ് ഗോദി മാധ്യമങ്ങൾ അതിന് കൊട്ടിഘോഷിച്ചത്. രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള കമ്മിറ്റിയിൽ ആസാദിനെ ഉടൻ തന്നെ അംഗമാക്കി. എന്നാൽ ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ച എല്ലാ സീറ്റുകളിലും കെട്ടിവെച്ച തുക നഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ സ്വത്വം നഷ്ടപ്പെടുന്ന സഖ്യകക്ഷികളെയാണ് 10 വർഷത്തിനിടയിൽ രാജ്യം കണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാതായ നരേന്ദ്രമോദിക്ക് പഴയ ശൈലി കൈവിട്ട് പുതിയ ഭാവം കൈവരിക്കാനാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുതന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ പ്രധാന ഭീഷണി.